സ്വന്തമാണ്, സുഹൃത്തുക്കളാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ നമ്മളോട് പിന്നെ മിണ്ടാണ്ടാവും. അതെന്താ കാരണം എന്നറിയാം? ഞാൻ ഒരു സ്ഥലത്ത് ഒരു കാര്യത്തിന് പോയി. എൻ്റെ സ്വന്തം കൂട്ടുകാരിയാണ് കേട്ടോ, സ്വന്തം കൂട്ടുകാരി. അങ്ങനെ ഒരു ദിവസം എൻ്റെ വീടൊന്നും അവൾക്കറിയില്ല. ഒരു ദിവസം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വന്നോളൂ. അപ്പം ഞാനാണെങ്കിൽ ഈ ഓടിട്ട പെരയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. എനിക്ക് വേറെ വീടുണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇവള് വരുന്നു, ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങി ആ വീട്ടിലേക്ക് വരികയാണ്. ആ വീട്ടിലേക്ക് വരുമ്പോൾ എന്നെ കണ്ടപ്പോൾ ഇവൾ പെട്ടെന്ന് ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഈ ഒരു പൊട്ട വീട്ടിലാണോ ശരി എൻ്റെ നോക്ക് ഇവിടെയൊക്കെ തയ്ച്ച് വെച്ചേക്കണം, എനിക്കറിയാം നീ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ അറിയാത്തൊരു തിണ്ണ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവളെന്നോട് ചോദിച്ച്, ചേച്ചിയുടെ വീടാണോ ഇത്? അപ്പോൾ അതെ എൻ്റെ വീടാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് വീട്? അതെ ഇതന്നെ വീട് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ അവൾ പിന്നെ അപ്പോഴേക്കും വേറൊരാൾ ബാക്കിൽ വന്നു കേട്ടോ. അപ്പോൾ ആ ആൾ പറഞ്ഞു, ചേച്ചിയുടെ വീട് തന്നെയാണോ ഇതെന്ന് ചോദിക്കുന്ന ഒരാൾ കണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾക്കറിയാം എനിക്ക് വേറെ വീടുണ്ട്, ഞങ്ങളത് വാടകയ്ക്ക് കൊടുത്തേക്കണമെന്നൊക്കെ അറിയാം. അപ്പോൾ അവൾ ചോദിച്ചു എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. പിന്നെ ആ കുട്ടി എന്നോട് മിണ്ടിയിട്ടില്ല. കാരണം എനിക്ക് വിഷമമായി. അവൾ ചോദിച്ചപ്പോൾ ചേച്ചിയുടെ വീട് തന്നെ അതെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമല്ല. നമ്മൾ ജനിച്ചു വളർന്ന വീടല്ലേ, അതിനിപ്പോൾ എന്നിട്ട് വിഷമം? അപ്പം ഞാൻ പറഞ്ഞു അതെ എൻ്റെ വീട് തന്നെ അത്. ഞാൻ വിചാരിച്ചേ വേറെ വല്ലയിടത്തും വലിയ വീടൊക്കെയാന്നേ, ഇതാണ് വീടില്ലേ. ഞാനങ്ങനെയല്ല, നമുക്ക് താഴ്ന്ന ആൾക്കാരായാലും വീടില്ലാത്തവരായാലും ഞാൻ അവരെ കൂടുതൽ സ്നേഹിക്കുക. എനിക്കെല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ ഈ കുട്ടി ഇത് പറഞ്ഞു പിന്നീട് കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കണില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ഒരു വീടാണോ ഒരാളുടെ മനസ്സ്? വീടില്ല എന്ന് വെച്ചിട്ട് കാശില്ല എന്നുണ്ടോ? ചിലർ ചെറിയ വീട്ടിൽ താമസിച്ചിട്ട് കോടീശ്വരന്മാരാവണം ഇല്ലേ? അവരത് കാണിക്കില്ല അല്ലേ? അപ്പം നമ്മൾ ഒക്കെ നമ്മുടെ ചെറിയ വീടാണ്, ഇതാണ് വീട് ചോദിച്ചപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ ചേട്ടനോട് പറഞ്ഞു, പിള്ളേരോടൊക്കെ എന്താണ് വീടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വിഷമമായി. ചേട്ടാ അതിനിപ്പോൾ എന്താ, നിനക്ക് വേറെ വീടുണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. അതൊന്നും പറയാൻ പോലും അവൾ അവസരം തരാണ്ട് അവൾ തിരിഞ്ഞു നിന്ന്. പിന്നെ പോണവരെ വേണ്ടിയില്ല. ഞാൻ പറഞ്ഞു പോയി നോക്കട്ടെ ഇനി അവളെ എന്താ ചെയ്യാന്ന്. അപ്പോൾ അവൾ പിന്നീട് മിണ്ടിയില്ല. എനിക്ക് വിഷമമായി. ആ ഒരു വിഷമം, വീടില്ലാത്തവൻ്റെ ഒരു വിഷമം മനസ്സിലായ എല്ലാവരും നല്ലവരല്ല, സുഹൃത്താന്ന് വെറുതെ വിചാരിക്കണം കേട്ടാ. അനിതാ ശങ്കരൻ നാരായണൻ.